വയനാട് മക്കിമലയിൽ കണ്ടെത്തിയ കുഴി ബോംബ് നിർവീര്യമാക്കി. കൂടുതൽ കുഴി ബോംബുകൾ സ്ഥാപിച്ചിട്ടുണ്ടോ എന്നറിയാൻ ബോംബ് സ്ക്വാഡ് സ്ഥലത്ത് പരിശോധന നടത്തുകയാണ്. വനമേഖലയിൽ അസാധാരണ വസ്തുക്കൾ കുഴിച്ചിട്ട നിലയിൽ കണ്ടുവെന്ന് ദൃക്സാക്ഷിയായ വനം വകുപ്പ് വാച്ചർ ബാലചന്ദ്രൻ പറഞ്ഞു. 30 മീറ്ററോളം നീളമുള്ള വയറാണ് ശ്രദ്ധയിൽപ്പെട്ടതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. വയർ മണ്ണിൻ്റെ അടിയിൽ കൂടെ ഒരു 30 മീറ്ററോളം ഉള്ളോട്ട് വയറിങ്ങനെ പോയിന്. ഒരു പ്ലാസ്റ്റിക് കവറിൽ പാക്ക് ചെയ്ത് വെച്ച പോലെ അതിൻ്റെ എൻഡ് അതിലേക്ക് ഇട്ട് വെച്ചിന്. മണ്ണ് വെറുതെ ഇങ്ങനെ തോണ്ടി നോക്കുമ്പോൾ അവിടെ ഒരു കുഴിയും അതിൻ്റെ മുകളിലൊരു കവറ് പൊതിഞ്ഞിട്ട് കാണുന്നുണ്ട്. വെടിമരുന്നിൻ്റെയും മറ്റേ ആണിയും അത് കുറേ സാധനങ്ങളുണ്ട്. ഒരു 4-5 പാക്കറ്റ് പോലത്തെ ഒരു സംഭവം അവിടെ ഇങ്ങനെ ഒരു സൈഡിൽ വലിച്ചെറിഞ്ഞ പോലെ പൊട്ടിയ രീതിയിലുള്ള ഒരു സംഭവം അവിടെയും കാണുന്നുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് മക്കിമലയിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മക്കിമല ഓടക്കാട് എന്ന് പറയുന്ന പ്രദേശത്താണ് വനമേഖലയോട് ചേർന്ന IED ബോംബ് കണ്ടെത്തിയത്. ഇന്നലെയാണ് ഇത് കണ്ടെത്തിയത്. ഇന്നലെ 11 മണിയോടുകൂടി വനംവകുപ്പ് വാച്ചർമാരാണ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനയ്ക്കിടെ, അതായത് ഫെൻസിങ് പരിശോധിക്കാൻ വേണ്ടി പോയപ്പോഴാണ് അത് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് ഇപ്പോൾ നിലവിൽ പോലീസിൻ്റെ പരിശോധന പൂർത്തിയായിട്ടുണ്ട്. മാനന്തവാടി DYSP ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. മാത്രമല്ല SOG ഗ്രൂപ്പിൻ്റെ SP-യും ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും പരിശോധനകളെല്ലാം തന്നെ പൂർത്തിയാക്കി. മാത്രമല്ല ഈ സ്ഫോടക വസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ പൂർണ്ണമായും ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും. അത് ഇവിടെ നിന്നും കൊണ്ടുപോയിട്ടുണ്ട്. അത്തരം നടപടികളിലേക്ക് കടക്കുകയാണ്. മാത്രമല്ല ഈ വനമേഖല കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണ് തണ്ടർബോൾട്ടും ഒപ്പം തന്നെ പോലീസും സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പും ഉൾപ്പെടെയുള്ളവർ ഇവിടെ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മാവോയിസ്റ്റുകളാണ് ഇതിന് പിന്നിൽ എന്നുള്ള സംശയമാണ് പോലീസിനുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ മേഖല എന്ന് പറയുന്നത് മാവോയിസ്റ്റുകളുടെ നിരന്തര സാന്നിധ്യമുള്ള പ്രദേശമാണ്. ബോംബ് അല്പസമയം മുമ്പ് നിർവീര്യമാക്കിയിട്ടുണ്ട്. അത് നിയന്ത്രിത സ്ഫോടനത്തോടു കൂടിയാണ് ഈ IED ബോംബ് നിർവീര്യമാക്കുന്ന നടപടിയിലേക്ക് കടന്നിട്ടുള്ളത്. ഒരു ഉഗ്രസ്ഫോടന ശബ്ദം പുറത്ത് കേട്ടിരുന്നു. എന്തായാലും അത്തരം നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇതാരാണ് ഇതിന് പിന്നിൽ എന്നുള്ള ഉൾപ്പെടെയുള്ള അന്വേഷണമാണ് നടക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് UAPA അടക്കം ചുമത്താനുള്ള നീക്കം പോലീസ് നടത്തുന്നുണ്ട്. അത് വൈകാതെ തന്നെ UAPA ചുമത്തും എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. അത്തരം വിഷയങ്ങൾ മാനന്തവാടി DYSP തന്നെ പറയുകയുണ്ടായി. എന്തായാലും ഈ മേഖല എന്ന് പറയുന്നത് നേരത്തെ ഈ കമ്പമല മക്കിമല മേഖല ഈ തലപ്പുഴ പ്രദേശത്ത് മാത്രം ഒരു വർഷത്തിനിടെ 3 തവണ മാവോയിസ്റ്റും പോലീസും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ട്. ഈ ആറളത്തെ ഏറ്റുമുട്ടലിനൊടുവിൽ കവിത എന്ന് പറയുന്ന മാവോയിസ്റ്റ് കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ അതിനുശേഷം ധാരാളം പോസ്റ്ററുകൾ നേരത്തെ ഈ തിരുനെല്ലി ഭാഗത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നു. ആ പോസ്റ്ററുകളിലെല്ലാം തന്നെ പറഞ്ഞത് രക്തത്തിന് രക്തകടം കൊണ്ട് പകരം ചോദിക്കും എന്നുള്ള, രക്തകടം വീട്ടും എന്നുൾപ്പെടെയുള്ള മുന്നറിയിപ്പ് നൽകുന്ന പോസ്റ്ററുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായാണോ അതിൻ്റെ തുടർച്ചയാണോ ഇത്തരത്തിൽ ഇത് സ്ഥാപിച്ചതെന്നുള്ള സംശയം പോലീസിനെ സംബന്ധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് SOG ഗ്രൂപ്പും അതോടൊപ്പം തന്നെ ഈ തണ്ടർബോൾട്ടും എല്ലാം കടന്നു പോകുന്ന വഴിയിലാണ് ഇത്തരത്തിൽ ഈ വയർ ഘടിപ്പിച്ചിരുന്നത്. ഈ വയർ നേരെ സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിലെ മക്കിമലയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.